ദിഹങ്ക ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്കിൻ വൈറ്റനിങ് സോപ്പാണ് ഉണ്ടാക്കുന്നത്. ഈ സോപ്പ് തന്നെ നമുക്ക് ഡീടാനിങ്ങിനും സ്കിൻ ബ്രൈറ്റനിങ്ങിനും നമ്മളുടെ കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാനിവിടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളത് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് നല്ലോണം കൈ കൊണ്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാൻ പോവാണ്. ഈ ബീട്രൂട്ടിൽ പൊട്ടാസ്യം, വൈറ്റമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്നിവയൊക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, ബീട്രൂട്ട് ഉള്ളിലേക്ക് കഴിക്കുന്നത് തന്നെ എത്ര നമ്മളുടെ സ്കിന്നിന് നല്ലതാണെന്നുള്ളത്. പ്രത്യേകിച്ച് ഇത് നമ്മളുടെ ബ്ലഡ് ഫ്ലോ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മളുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ തന്നെ വരും. അതുകൊണ്ട് ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ഇപ്പോൾ നമ്മുടെ കാറ്റുകാലമൊക്കെ തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല മൃദുവാക്കാനും നമ്മളുടെ ആ നാച്ചുറൽ മോയ്സ്ചർ ഉണ്ടല്ലോ അത് നമ്മളുടെ സ്കിന്നിൽ നിലനിർത്താനും ഇത് സഹായിക്കും. ഇനി ഇവിടെ 200 ഗ്രാം ഗ്ലിസറിൻ ബേസ്ഡ് സോപ്പ് ബേസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ കൂടെ നമ്മൾ അലിയിച്ചെടുക്കാൻ പോവാണ്. മൈക്രോവേവിലും വെച്ച് നമുക്ക് ഉരുക്കിയെടുക്കാവുന്നതാണ്. ചിലർ ഇത് സോപ്പ് ബേസ് വൈറ്റാണ് വാങ്ങിക്കുക. ഞാൻ ഇത് ഇങ്ങനെ ഒരു കളറുള്ള ഒരു സോപ്പ് ബേസാണ് വാങ്ങിച്ചത്. ഇതിന് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് നല്ല മണമുണ്ട്. സാധാരണ വൈറ്റ് സോപ്പ് ബേസിന് അത്ര മണം വരാറില്ല. അപ്പോൾ ഇതിനൊരു മണമുണ്ട്. അപ്പോൾ എക്സ്ട്രാ നമ്മൾ ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നല്ലോണം ഉരുകി വന്നതിന് ശേഷം നമ്മളുടെ ബീട്രൂട്ട് ജ്യൂസ് 2 ടേബിൾ സ്പൂൺ മാത്രമാണ് അതിൽ നിന്ന് ഞാനെടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റമിൻ ഇ നമ്മളുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അത് ഈ സോപ്പിൽ ചേർക്കുന്നതും വളരെ നല്ലതാണ്. ഇതിനകത്ത് ഞാൻ വേറെ ഓയിലൊന്നും ചേർത്തിട്ടില്ല. കാരണം ഇതിന് തന്നെ ഈ സോപ്പ് ബേസിന് നല്ലൊരു എണ്ണമയമുണ്ട്. അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. നിങ്ങൾക്കിത് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ സോപ്പ് ബേസ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ മോൾഡുകളിൽ ഒഴിച്ച് സെറ്റാക്കാനായിട്ട് വെക്കാം. സാധാരണ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല. കാരണം രാവിലെ ഒരു 11 മണിക്ക് ഉണ്ടാക്കിയിട്ട് ഈവനിങ് 5 മണിയായപ്പോഴേക്കും നമുക്ക് നമ്മുടെ സോപ്പ് ഉറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മോൾഡിൽ വെച്ചിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് ഉറച്ച് വന്നിട്ടുണ്ട്. ഇതിനി അരിക്ക് കത്തി വെച്ചിട്ട് ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മോൾഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നതാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ്സിൽ തന്നെ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉറച്ച സോപ്പ് കിട്ടുന്നതാണ്. ചിലർക്ക് ഇത് വെള്ളമൊക്കെ കൂടുമ്പോഴാണ് അത് അലിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതേ മെഷർമെൻറ്റ്സിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ബീട്രൂട്ട് സോപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ വൈറ്റനിങ്ങിന് വളരെ നല്ലതാണ്. അതുപോലെ പിഗ്മെൻറ്റേഷൻ ഫ്രീ ആൻഡ് സപ്പിൾ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബീട്രൂട്ട് സോപ്പ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. നല്ല വ്യത്യാസം ഉണ്ടാവും. അത് ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.